നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മദ്യപാനം, പുകവലി തുടങ്ങിയ ലഹരി വസ്തുക്കൾ കൊണ്ടുണ്ടാവുന്ന ആരോഗ്യ ബുദ്ധിമുട്ടുകളെ പറ്റി നമുക്കറിയാവുന്നത്. COPD, ശ്വാസം മുട്ടൽ, പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസറുകൾ, ലിവർ സിറോസിസ്, ഇതൊക്കെ നമ്മൾ സ്വതവേ കേട്ടുവരുന്ന ബുദ്ധിമുട്ടുകളാണ്. ഇതിന് പുറമെ അത് തലച്ചോറിനെയും ബാധിക്കാറുണ്ട്. എസ്പെഷ്യലി മദ്യം തലച്ചോറിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. മദ്യപാനം കൊണ്ട് ഓർമ്മക്കുറവ് ഉണ്ടാവുക, ഞരമ്പുകളിൽ വീക്ക്നെസ് ഉണ്ടാവുക, അത് കാരണം നടക്കാൻ പ്രശ്നം ഉണ്ടാവുക, ഇതൊക്കെ മദ്യപാനം കൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ്. ഡ്രഗ്സ് കൂടുതലും തലച്ചോറിന്റെ പ്രവർത്തനത്തിനെ കുറച്ച് കുറയ്ക്കാനും കുറച്ച് സപ്രസ് ചെയ്യാനുമാണ് സാധ്യതയുള്ളത്. ആ സമയത്ത് കൂടുതൽ ഉറക്കം ഉണ്ടാവുക, കുറച്ചൊരു മന്ദിപ്പ് ഉണ്ടാവുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും കാണാറുള്ളത് അത് ഉപയോഗിച്ചിരിക്കുന്ന സമയത്ത്. നേരെ മറിച്ച് MDMA തുടങ്ങിയ ഡ്രഗ്സുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് കൂടുതലൊരു ഊർജ്ജം നൽകുന്ന മാതിരി ഉണ്ടാവുക. ഭക്ഷണത്തിനോടൊരു താല്പര്യക്കുറവ്, എല്ലാത്തിനോടും ഒരു കൂടുതൽ എനർജി ഉണ്ടാവുക, ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ ദേഷ്യം കൂടുതൽ ഉണ്ടാവുക, ഇതൊക്കെയാണ് അതിൻ്റെ നമ്മൾ കണ്ടുവരുന്ന സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ. നമ്മളുടെ ബോഡിയിൽ, നമ്മളെ തലച്ചോറിൽ ഡോപ്പമീൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ കെമിക്കൽ ഉണ്ട്. സ്വതവേ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഇഷ്ടമുള്ള ഒരു ഭക്ഷണം അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ചില ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പം ഈ ഡോപ്പമീൻ റിലീസ് ഉണ്ടാവും ബ്രെയിനിൽ. അതിനെ തുടർന്ന് നമുക്കൊരു സന്തോഷം, ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടുന്നതാണ്. ഞാനൊരു 20% ആൾക്കാരിൽ ആങ്സൈറ്റി, അതായത് ഉത്കണ്ഠ എന്നുള്ള ഒരു മാനസിക അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. ഒരു 30% ആൾക്കാരിൽ ഡിപ്രഷൻ, വിഷാദ രോഗം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു 50% ആൾക്കാരിൽ സൈക്കോസിസ് എന്നുള്ള ഒരു മാനസികാവസ്ഥയും വരാൻ സാധ്യതയുണ്ട്. സൈക്കോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം, അതിൽ നമുക്ക് പലപ്പോഴും ഇല്ലാത്തതായിട്ടുള്ള സാധനങ്ങൾ കാണുക, അല്ലെങ്കിൽ ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക, ഒരു തെറ്റായ ഒരു ചിന്ത അത് ശരിയാണെന്നുള്ള രീതിയിൽ നമ്മൾ ധരിച്ചു പോവുക, ഈ ലക്ഷണങ്ങളാണ് സൈക്കോസിസിലൊക്കെ കാണാറുള്ളത്. ലഹരി ഉപയോഗത്തിലൂടെയും വരാം, അല്ലാതെയും വരാം. പല രാജ്യങ്ങളിലായിട്ട് നടത്തിയ പഠനങ്ങളിലൂടെയാണ് ലഹരി ഉപയോഗിച്ചിട്ട് ഈ രീതിയിൽ വരുന്നതായിട്ടുണ്ട് എന്നുള്ളത്. അത് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ അധികം തന്നെ അത് നിർത്താനായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ട്രീറ്റ്മെന്റിനായിട്ട് വരിക എന്നുള്ളതാണ്.